ഹലോ വെൽക്കം ടു ഡേ 18 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച്. ഇവിടെ ബാംഗ്ലൂർ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. സോ വി സ്റ്റാർട്ടഡ് ദ ഡേ വിത്ത് ചിയാ സീഡ്. അതിനുശേഷം ഞാൻ എൻ്റെ പ്രീ വർക്കൗട്ട് സ്മൂത്തി കുടിച്ചു. ഉണ്ണിക്കുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇന്ന് നേരെ ജിമ്മിലേക്ക് പോയി. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമുക്കിന്ന് ലെഗ് ഡേ ആണ്. വാമപ്പിന് ശേഷം നമ്മൾ ഗോബിൾ സ്കോട്ട്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പൾസ് സ്കോട്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ സെറ്റിന്റെ ഇടയിൽ നമ്മൾ കരഞ്ഞുകൊണ്ടൊരു ബോൾ സിറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്കുമോ സ്കോട്ട്സ് ചെയ്യുന്നുണ്ട്. വെയിറ്റ്സ് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ പൾസ് സ്കോട്ട്സ് ഉണ്ട് ആൻഡ് ഓൾസോ ബോൾ സിറ്റപ്പും ഉണ്ട്. ലെഗ് വർക്കൗട്ട് തുടങ്ങിയൊരു ഹാഫ് ആൻ അവർ ആകുമ്പോൾ എല്ലാവരും തന്നെ കരച്ചിൽ തുടങ്ങും. വീക്കെൻഡ് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ റെഗുലർ ആയിട്ട് നമ്മൾ ലെഗ് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രെച്ചിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഡേയ്സ് നോർമൽ ആയിട്ട് തന്നെ ഇരിക്കും. 100% നോർമൽ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാലും നമ്മൾ വല്ലപ്പോഴും ചെയ്യുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആയിരിക്കും നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ. നമുക്ക് മാനേജബിൾ ആണ്. അതിനുശേഷം ഞാൻ നടക്കാൻ വേണ്ടി പോയി. പക്ഷേ ഭയങ്കര തണുപ്പ് കാരണം ഞാൻ ഹാഫ് ആൻ അവർ നടന്നുള്ളൂ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് കുടിച്ചിട്ട് ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ടോസ്റ്റും പിന്നെ വെജിറ്റബിൾസും ബ്രോക്കലിയും എഗ്ഗും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്പ്രെഡായിരുന്നു അത്. പിന്നെ അതിൻ്റെ കൂടെ ബോയിൽഡ് എഗും. പിന്നെ ഞാനൊരു ചായ കുടിച്ചു. അതിനുശേഷം ഞാൻ പോയിട്ട് എൻ്റെ ഹെയർ വാഷ് ഡേ ആയിരുന്നു. ഹെയർ വാഷ് ചെയ്തു. സ്കിൻ കെയർ, ഹെയർ കെയർ, മേക്കപ്പ് എല്ലാം തന്നെ ചെയ്തു ആൻഡ് സെറ്റപ്പ് ആയി. ഇപ്പം ഇങ്ങനെ മേക്കപ്പ് ഇപ്പം ഞാൻ ഈ വീഡിയോ തുടങ്ങിയതിന് ശേഷം കേട്ടോ സത്യം പറഞ്ഞത് ചെയ്തു തുടങ്ങിയത്. പക്ഷേ എനിക്കൊരു സന്തോഷം വന്നു തുടങ്ങി. ബിക്കോസ് നമ്മളെപ്പോഴും മിററിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എല്ലാ ദിവസവും വീട്ടിലൊക്കെ ഒരുങ്ങിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻ ബിറ്റ്വീൻ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു ആൻഡ് ഓൾസോ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രേവിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള കിഡിലനായിട്ടുള്ള ഡെസേർട്ട്സ് കുറേ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ചിലപ്പോൾ നമുക്ക് പിള്ളേർ എന്തെങ്കിലും കഴിക്കണം കാണുമ്പോൾ കൊതി വരത്തില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഹാപ്പി ആയിട്ട് ഇതുണ്ടാക്കി കഴിച്ചാൽ മതിയെ. വൈകുന്നേരമായി എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കോഫി കുടിച്ചു, നമ്മുടെ ഫാറ്റ് ബർണർ കോഫി. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോയി. എന്നിട്ട് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പ്രോട്ടീൻ ബാർ വാങ്ങിയിട്ടാണ് പോയത്. വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ ദോശയും ചട്നിയും കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ വാക്ക് ചെയ്യാൻ വേണ്ടി പോയി എൻ്റെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ കംപ്ലീറ്റഡ് മൈ സ്റ്റെപ്പ് ആൻഡ് ദിസ് ഇസ് മൈ സെൽഫി ആൻഡ് ദിസ് ഇസ് മൈ വർക്ക്ഔട്ട്.